ഞാൻ പറയുന്നു ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. പക്ഷെ കടുത്തിക്ക് പറയാം പിന്നെ കുഴപ്പം മുസൽമാനാണ്. അങ്ങയുടെ വാപ്പ മോത്തിലാൽ നെഹ്റു മുസ്ലിം എന്ന് എല്ലാവരും പറയുന്നുണ്ടല്ലോ. മോത്തിലാലിന്റെ വാപ്പ മുസ്ലിമാണെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ദൈവവിശ്വാസം ഇല്ലെന്ന് പറഞ്ഞ് കളിപ്പിൽ വെച്ച് മനുഷ്യടക്കാം. പുള്ളി പെരക്കാത്തല്ലേ പെരക്കാത്ത 5 പേര് നിൽക്കരിക്കും. മനസ്സിലായോ? പുള്ളി എന്നിട്ട് ദൈവവിശ്വാസം ഇല്ലെന്ന് നടക്കുക. പുള്ളി മോത്തിലാൽ നെഹ്റു മുസ്ലിമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ടോ? അങ്ങനെ മുസ്ലിം അല്ലേ ഇപ്പൊ നെഹ്റു? പിന്നെ നെഹ്റു അല്ലെന്ന് പറയാം. ഇല്ല, മത്തായിയുടെ പുത്തൂന്ന് വായിരം അപ്പം മനസ്സിലായി. എന്നാലും നെഹ്റു എന്തിനായിരിക്കും ജോർജ് ഏട്ടന്റെ വീട്ടിൽ പോയിട്ട് 5 നേരം നിസ്കരിച്ച? ഒരു രാഷ്ട്രീയക്കാരൻ എന്ന നിലയിൽ ഒരു അടിസ്ഥാനപരമായിട്ട് ഒരു നിലപാടില്ലാത്തൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് ഇദ്ദേഹത്തെ തോന്നിയിട്ടുള്ളത്. ഇയാൾ പലപ്പോഴും പല അവസരങ്ങളിൽ പല നിലപാടും അവിടെ നിന്ന് ഇവിടെ ചാടി ഇവിടെ നിന്ന് അവിടെ ചാടി അങ്ങനെ ഒരു വ്യക്തിയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഒന്ന്, ഇദ്ദേഹത്തിന്റെ പ്രായം അധികമായി, രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ പൊതുസേവനമൊക്കെ അവസാനിപ്പിച്ച് വീട്ടിൽ പോയി റെസ്റ്റ് എടുക്കേണ്ട സമയമായി. 2, ഇയാൾ ചെയ്തിട്ടുള്ള എന്തെങ്കിലും നല്ല കാര്യങ്ങളെ പറ്റി എടുത്ത് പറയാനായിട്ട് എനിക്ക് എൻ്റെ ഓർമ്മയിൽ അങ്ങനെ ഒന്നുമില്ല. പിന്നെ ഇയാളെ നാട്ടിന് വേണ്ടി ഇയാൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സാമൂഹിക പ്രവർത്തകനും പ്രവൃത്തി ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് വരാൻ പറ്റില്ല. പ്രവൃത്തി ചെയ്ത് ആൾക്കാർ തിരിച്ചറിഞ്ഞ് പോപ്പുലർ ആയി കഴിഞ്ഞാൽ അതിനുശേഷം അവരെടുക്കുന്ന നിലപാട് അവർ എന്ത് കാര്യങ്ങൾ ചെയ്യുന്നു എന്നതിലാണ് കാര്യങ്ങളിരിക്കുന്നത്. ഇദ്ദേഹത്തിന് വളരെ വലിയൊരു റിഗ്രസീവ് ചിന്താഗതിയുള്ള ഒരു അങ്ങനത്തെ ഒരു മനുഷ്യനാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തെ ഒരിക്കലും നമുക്കൊരു മുൻനിരയിലോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള പോസിറ്റീവ് സംഭവങ്ങളും ഉണ്ടാവാൻ സാധ്യതയില്ല. കാരണം ഇങ്ങനെ നിലപാടുകളും വർഗീയതയും വളരെ റിഗ്രസീവ് ആയിട്ടുള്ള ചിന്തയും സ്ത്രീകളോടുള്ള കാര്യങ്ങളൊക്കെ പലപ്പോഴും നിലപാടെടുത്തിട്ടുള്ള അങ്ങനെയാണ്. പിന്നെ ഇയാൾ എന്തുകൊണ്ടാണ് നാട്ടുകാർ ഇയാൾക്ക് ഇപ്പോഴും അണികളും ഇയാളുടെ സ്ഥലത്ത് ഇയാൾ നല്ല കാര്യങ്ങൾ വെച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കുമല്ലോ ഇനിയുള്ള കാലം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൂടെ എങ്ങനെയെങ്കിലുമൊക്കെ കയറി പറ്റി അവരെ കൂടെയൊക്കെ എങ്ങനെയെങ്കിലും നിന്നൊക്കെ പോകണം ബാക്കിയുള്ള കാലം. അത്രേ ഉള്ളൂ. ആ ഉദ്ദേശത്തോടെ ആയിരിക്കണം. ഇപ്പം പുള്ളി BJP-യിലോട്ട് ചായുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അതായിരിക്കണം. ഇപ്പം അങ്ങനെയാണ് പുള്ളിയുടെ ഒരു ഇത്. പവറുള്ള പാർട്ടിയുടെ കൂടെ നിൽക്കുക, അധികാരമുള്ളവരുടെ കൂടെ നിൽക്കുക. ഈ ഒരു സംഭവം ഒരു മൈൻഡ് സെറ്റാണ് ഈ പുള്ളിക്കാരനെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും. എന്തായാലും ഇപ്പോൾ ഒരു പാർട്ടി അടുപ്പിക്കുന്നില്ലെന്ന് കേൾക്കുന്നുണ്ട്. എനിവേ, PC ജോർജ് സാറ് ഇതുപോലെ വന്നിരുന്ന് വർഗീയതയും മണ്ടത്തരങ്ങളും വിഡിത്തരങ്ങളൊക്കെ വിളിച്ച് പറയരുത്. നെഹ്റു ആരാണെന്ന്, നെഹ്റുവിൻ്റെ ചരിത്രത്തെ പറ്റി, അല്ലെങ്കിൽ ഇപ്പം നെഹ്റു അല്ല ഗാന്ധി ആണെങ്കിലും ആരാണെങ്കിലും നമുക്ക് എല്ലാത്തിനും പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവും. പക്ഷെ പുള്ളി ഒരു ഏത്യസ്റ്റ് ആണെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ വാപ്പയോ ഫാമിലിയിലുള്ള ആൾക്കാരോ ഒക്കെ ഏത്യസ്റ്റ് അല്ല, അവരൊക്കെ വിശ്വാസികളാണെന്ന് കരുതി വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു മതവിശ്വാസി അല്ല എന്ന് പറയുമ്പോൾ അതിനെ സാധൂകരിക്കാനുള്ള തെളിവുകളൊന്നും നമ്മുടെ ആവശ്യത്തില്ല. അല്ലെങ്കിൽ അങ്ങനെ തെളിവ് വേണം. ചുമ്മാ വന്നിരുന്നെങ്കിൽ അടിച്ചു വിടുകയാണല്ലേ.